പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും പരിശുദ്ധ വലിയ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ച സ്മിയോ ഞായറാഴ്ച അല്ലെങ്കിൽ കുരുടൻ്റെ ഞായറാഴ്ച, ലോകത്തിൻ്റെ പ്രകാശമാകുന്ന യേശു ക്രിസ്തു, ഇങ്ങനെ പല വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് പിതാക്കന്മാരെ ഞായറാഴ്ചയെ പറയുന്നുണ്ട്. ഇവിടുത്തെ സംഭവം വിശുദ്ധ എവങ്കലിൽ വായിക്കുന്ന വേദഭാഗങ്ങൾ 2 കുരുടന്മാർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന സംഭവങ്ങളാണ്. ബർത്തിമിയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സംഭവം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 10ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ പിറവിക്കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യം കൊടുക്കുന്ന സംഭവം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 9ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരും പരിവാരങ്ങളും ഒത്ത് നടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായി ജനിക്കത്തക്ക വിധം ഇവനാണോ ഇവൻ്റെ മാതാപിതാക്കളാണോ പാപം ചെയ്തത്? ആരുടെ പാപനിമിത്തമാണ് ഇത് സംഭവിച്ചത് എന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ ചെയ്ത പാപനിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനായിട്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി അവനോട് പറഞ്ഞു, നീ ശിലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന്. അങ്ങനെ അവൻ കഴുകി അവന് കണ്ണുള്ളവനായി, കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഇവിടെ ഇതേ തുടർന്ന് നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ വിവാദ വിഷയം ഈ സൗഖ്യവും കർത്താവ് കൊടുത്തത് ഒരു സാബത്ത് ദിവസമായിരുന്നു എന്നുള്ളതാണ്. യഹൂദന്മാരിലെ പരീശന്മാരും ഫരിസേയരുമായിട്ടുള്ള ആളുകൾ, നിയമജ്ഞരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഇവനെ വിളിച്ചു. അവരുടെ ഇടയിലൊരു സംസാര വിഷയമുണ്ടായി. ഇവൻ ജന്മന അന്ധനായി അവിടെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണോ ഈ സൗഖ്യം പ്രാപിച്ചു വന്നിരിക്കുന്നത്, അതോ വേറൊരുവനാണോ? ഇങ്ങനൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതാ, ജന്മനാൽ അന്ധനായിരുന്ന ഈ മനുഷ്യന് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു കുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു സൃഷ്ടിശക്തിയുള്ള കർത്താവ് താൻ ദൈവം തന്നെ തെളിയിക്കുന്നതിന് വേണ്ടി ചേറുണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ കണ്ണുകൾ സൃഷ്ടിച്ച് അവന് നൽകുകയാണ് ചെയ്തത്. സുറിയാനി പിതാക്കന്മാരുടെ വ്യാഖ്യാനം അതാണ്. അപ്പോൾ താൻ സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ ആദിയിൽ ദൈവം ഇതാ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണിൽ പൂശുകയും ശിലോഹം കുളത്തിൽ പോയി കഴുകിയപ്പോൾ അവന് സൗഖ്യം വരികയും ചെയ്തു. ഈ ശിലോഹം കുളം അർത്ഥമാക്കുന്നത് മാമോദീസ തുട്ടിയാണ്. അപ്പോൾ മാമോദീസായിലെ ജലം സ്നാനമേൽക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം. അപ്പോഴവന് 2 തരത്തിലുള്ള രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. അവന് ഇല്ലാതിരുന്ന ഒരു അവയവം അവന് സൃഷ്ടിക്കപ്പെട്ടു, അവൻ പുതിയ സൃഷ്ടിയായി. രണ്ടാമത്തെ കാര്യം, ആദാമ്യ പാപത്തിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കത്തക്ക വിധത്തിൽ അവനൊരു മാമോദീസായിലൂടെ അവൻ കടന്നുപോയി. അവൻ ജലത്താൽ അവൻ കഴുകപ്പെട്ടു. അങ്ങനെ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം അവന് ലഭിച്ചതായിട്ട് പിന്നീട് ഉള്ള സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെയും അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ അന്ധനായിട്ട് ഇവിടെ യാചിച്ചിട്ട് ജന്മനാൽ അന്ധനായിരുന്ന മനുഷ്യനായിരുന്നു. യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ എനിക്ക് കാഴ്ച തന്നു, ചേറുണ്ടാക്കി എൻ്റെ കണ്ണിൽ പൂശി ശിലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കാഴ്ചയുള്ളവനായി, കണ്ണുള്ളവനായി മാറി എന്നവൻ പറയുന്നുണ്ട്. അങ്ങനെ അത് വിശ്വസിക്കാത്തതുകൊണ്ട് ഈ പരീശന്മാരെ, ഫരിസേയരും നിയമജ്ഞരുമായിട്ടുള്ള ആളുകൾ ഈ കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വരുത്തിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ തന്നെയാണോ ഇവൻ? ഈ ജന്മനാൽ അന്ധനായ ഒരു മനുഷ്യനായിരുന്നു ഇവൻ തന്നെയാണോ നിൻ്റെ മകൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ അന്ധനായിരുന്നു, ആ മകൻ തന്നെയാണ് ഇപ്പോൾ കാഴ്ചയുള്ളവനായിരിക്കുന്നത്. അപ്പോൾ ഉടനെ അവർ ചോദിച്ചു, എങ്ങനെയാണ് അവന് കാഴ്ച കിട്ടിയത്? അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, അത് അവനോട് തന്നെ ചോദിക്കുക, അവന് പ്രായമുണ്ടല്ലോ എന്ന്. അതിൻ്റെ കാരണം സാബത്തിൽ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്നതും ഒരു പാപകാരണമായിട്ട് അവരെടുക്കുകയും അങ്ങനെ അവരതിനെ നിഷേധിക്കുകയുമൊക്കെ ചെയ്യും എന്നുള്ളതുകൊണ്ടും യഹൂദന്മാരെ യേശുവിനെ അംഗീകരിക്കാതിരുന്നതുകൊണ്ട് ഈ മാതാപിതാക്കൾ അവരോട് പറയാൻ ഭയപ്പെട്ടു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും രണ്ടാമത് ഈ കുരുടനായ, കാഴ്ച ലഭിച്ച ഈ കുരുടനെ ഫരിസേയർ വിളിച്ചു വരുത്തുന്നുണ്ട്. വീണ്ടും അവനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ കാഴ്ച ലഭിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ പാപിയാണ്, ഇവൻ സാബത്ത് ലംഘിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല, നീ ഇവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതാ എനിക്ക് കാഴ്ച തന്നവനാണ്, അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, അവനൊരു പ്രവാചകനാണ്. ഇങ്ങനെ യേശുവിനെക്കുറിച്ച് പ്രകൃതിക്ക് പറയാൻ തുടങ്ങി.
അങ്ങനെ പ്രകീർത്തിച്ച് പറയാൻ തുടങ്ങിയതോടുകൂടി ഇതാ ഈ ഫരിസേയരും നിയമജ്ഞരുമായിട്ടുള്ള ആളുകൾ ഇവന് സിനഗോഗിൽ നിന്ന് പുറത്താക്കി. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ പുറത്താക്കപ്പെട്ട ഈ മനുഷ്യനെ യേശു വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, ഇതാ ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എന്നവനോട് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഈ മനുഷ്യപുത്രൻ ആരാണ്, ഞാൻ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെയും അപ്പോൾ ആ സമയത്ത് യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ അന്ധന്മാരായിട്ടുള്ള ആളുകൾ യേശുവിനെ കണ്ടെത്താത്ത ആൾക്കാരാണ്, ലോകത്തിൻ്റെ മനുഷ്യരാണ് അന്ധരായിട്ടുള്ളവർ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അന്ധരായ ആളുകൾക്ക് ഇതാ കാഴ്ച ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാർ ചോദിച്ചു, ഞങ്ങളും അന്ധരാണോ എന്ന്. നിങ്ങൾക്ക് കാഴ്ചയില്ലാതിരുന്നുവെങ്കിൽ നിങ്ങളിൽ പാപമില്ലായിരുന്നുവെന്നും യേശു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശു ഈ കുരുടനായിരുന്ന ഈ മനുഷ്യന് കാഴ്ച കൊടുത്തു എന്നതിനേക്കാൾ ഉപരിയായി അവൻ്റെ അകക്കണ്ണുകൾ തുറക്കുകയും ദൈവപുത്രനെ അറിയുവാനുള്ള ആന്തരികമായ നേത്രങ്ങൾ അവന് കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ ആഴ്ചയിലെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രകാശത്തിൻ്റെ ഞായറാഴ്ച എന്ന് പിതാക്കന്മാർ ഇതിനെ വിളിക്കുന്നത്. ഇവിടെ കുരുടന് കാഴ്ച കൊടുത്തു എന്ന ഒരു ഭൗതിക സംഭവത്തെക്കാൾ ഉപരിയായി ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരികയും അവനെ തിരിച്ചറിയാൻ കഴിയുന്നവർ യഥാർത്ഥമായ അവൻ്റെ അന്ധത മാറുകയും ചെയ്യുന്നു. അകക്കണ്ണ് തുറക്കുന്ന അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെയും, ഇതാ യേശുക്രിസ്തു ഈ അന്ധന് കാഴ്ച ലഭിച്ചതിന് ശേഷം രണ്ടാമത് അവൻ്റെ അകക്കണ്ണ് തുറക്കുന്നതിന് വേണ്ടിയാണ് അവനുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നത്, അവനുമായിട്ട് ഇടപെടുന്നത്. ആ ഇടപെടൽ നടക്കുന്നത് അവൻ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു സൗഖ്യം ലഭിച്ചു, യേശുവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിച്ചു, യേശുവിനെ ഏറ്റുപറയാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങളും ഏൽക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഈ പിറവിക്കുരുടൻ കാഴ്ച ലഭിച്ചു, അവന് വേണമെങ്കിൽ യേശുവാണ് തന്നെ സൗഖ്യപ്പെടുത്തിയെന്നുള്ള കാര്യം പുറത്തേക്ക് പറയാതെ, അല്ലെങ്കിൽ ആരോ എനിക്ക് സൗഖ്യം അല്ലെങ്കിൽ തനിയെ സംഭവിച്ചതാണ്, ഇങ്ങനെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറയാൻ ഉള്ള അവസരമാണ് ഫരിസേയരും നിയമജ്ഞരും അവനെ രണ്ടാമത് വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവന് ലഭിച്ചത്. അങ്ങനെ യേശുവിനെ തള്ളിപ്പറയാൻ അവൻ തയ്യാറായിരുന്നുവെങ്കിൽ സിനഗോഗിലെ ഒരു മുഖ്യ സ്ഥാനത്ത് അവന് ഇരുത്തുമായിരുന്നു. ഒരുപക്ഷെ സിനഗോഗിൻ്റെ ഭരണകർത്താക്കളുടെ കൂട്ടത്തിലേക്ക് അവനെ വേണമെങ്കിൽ ചേർക്കുമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ളവൻ എനിക്ക് സൗഖ്യം തന്നു. അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ദൈവത്തിൽ നിന്നുള്ളവന് മാത്രമേ ഇത്തരത്തിൽ സൗഖ്യം തരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് യേശുവിനെ പ്രകീർത്തിച്ച് പറയാനായിട്ട് ഇടയായി. അപ്പോൾ നീയും ആ പാപിയുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ പുറത്താക്കപ്പെട്ട ഈ മനുഷ്യനെ ആയിട്ടുമാണ് യേശു രണ്ടാമത് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതും അവൻ്റെ അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് താൻ ദൈവപുത്രനാണ്, താൻ മനുഷ്യപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെളിപ്പെടുത്തി. ഒരുപക്ഷെ മറുരൂപമലയിൽ വെച്ച് സംഭവിച്ചതുപോലെ ഒരു വെളിപ്പെടുത്തൽ ഈ അകക്കണ്ണ് തുറന്ന ഈ മനുഷ്യൻ്റെ, ഈ കുരുടൻ്റെ മുന്നിലേക്ക് ദൈവം വെളിപ്പെടുന്നുണ്ട്, യേശു വെളിപ്പെടുന്നുണ്ട്. യേശു ആരെല്ലാമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നുവോ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകക്കണ്ണുകളെ അവൻ തുറക്കുമ്പോഴാണ് അവനെ ദൈവപുത്രനായിട്ട് ഏറ്റുപറയാൻ, മശിഹ ആണെന്ന് ഏറ്റുപറയാനായിട്ട്, രക്ഷകനാണെന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ശിലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറയുന്നുണ്ട്. ഇത് മാമോദിസായുടെ മുൻകുറിയായിരുന്നു. സത്യത്തിലും ആത്മാവിലും വീണ്ടും ജനിക്കുക, ജലത്താൽ വീണ്ടും ജനിക്കുക, പരിശുദ്ധാത്മാവുണ്ട്, അഗ്നി കൊണ്ടുള്ളൊരു വീണ്ടും ജനനം, വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുന്നത് എന്ന വലിയൊരു സംഭവത്തിലേക്ക്, വലിയൊരു ആശയത്തിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കണ്ണുകൾ തുറന്നിരിക്കുന്ന, ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ തുറന്നതുകൊണ്ട് മാത്രം ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കുറവുകൾ, ഇവിടെ ഈ ജന്മനാൽ അന്ധനായി മനുഷ്യൻ ജനിച്ചു. അപ്പോൾ യേശു അവനോട് അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് അവൻ അന്ധനായി ജനിച്ചത് എന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ കുറവുകളുടെ പിന്നിൽ പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ കോപം മൂലം അങ്ങനെ സംഭവിക്കാം, നമ്മുടെ പാപം മൂലം അതിങ്ങനെ സംഭവിക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമ്മുടെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഈ വേദഭാഗം നമുക്ക് ഉത്തരം തരുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്കൊരു സഹനം, ഒരു രോഗമോ ഒരു പ്രയാസമോ നമുക്ക് തന്നുവെന്ന് വരാം.
അത് നമ്മൾ ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെട്ട് കഴിയുമ്പോഴേക്ക് ദൈവത്തെ നമ്മൾ ഏറ്റുപറഞ്ഞ് അവനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. അതൊരു വലിയ പ്രവൃത്തിയായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ താല്പര്യപൂർവ്വം സഹിക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് ആ സഹനത്തെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ദൈവകോപം നിമിത്തം, പാപനിമിത്തമാണ് രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് ദൈവത്തിൻ്റെ കോപം ശമിക്കുക, നമ്മൾ പാപജീവിതം ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ആ കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ട് നമുക്കിന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് സാധിക്കും. പരശുശ്രൂഷകാലത്ത് യേശുക്രിസ്തു ജഡപ്രകാരം പ്രത്യക്ഷമായിരുന്നു. എന്നാൽ നമുക്കറിയാം കർത്താവ് പാടുപീടുകളിട്ട് മരിക്കുകയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇന്ന് ആത്മസ്വരൂപനായി പരിശുദ്ധാത്മാവായി നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ശിഷ്യന്മാരെ 40 ദിവസം പഠിപ്പിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഇതാ കർത്താവ് പറഞ്ഞു, ഇതാ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ മേൽ വരും, ആ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ ഇതാ ദൈവത്തിൻ്റെ മനുഷ്യരായി മാറും, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടും. ഇതാ പരിശുദ്ധാത്മാവായിട്ടാണ് ഇന്ന് യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവുമാണ് പുതിയ നിയമ വിശ്വാസിക്ക് ഇതാ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ജന്മനാ കുരുടനായ ഈ മനുഷ്യനെ യേശു സമീപിച്ചതുപോലെ നമ്മുടെ പരിമിതികളിലേക്ക് കർത്താവ് കടന്നു വരും എന്ന വിശ്വാസത്തെ നമ്മൾ തിരിച്ചറിയണം. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ അവൻ ഇടപെട്ടതിന് ശേഷം രണ്ടാമത് സംഭവിക്കുന്ന കാര്യമാണ് അവൻ നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുന്നു. അപ്പോഴാണ് നമുക്ക് യേശുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ആ തിരിച്ചറിവെന്ന് പറയുന്നത് യേശു നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഇനി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ഈ ഒരു തിരിച്ചറിവാണ് അകക്കണ്ണ് തുറക്കുന്നവൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ അകക്കണ്ണുകളെ തുറക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിൽ പ്രത്യേകിച്ചും നമ്മുടെ പരിമിതികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതാ യേശുവിലും നമുക്കൊരു സൗഖ്യം ആവശ്യമുണ്ട്. അവൻ സൗഖ്യം തരുന്നതിന് ശേഷം രണ്ടാമത് സംഭവിക്കുന്ന കാര്യമാണ് ആ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ മനുഷ്യൻ, അവന് കാഴ്ച ലഭിച്ചു, അവന് ഒരു പരിത്യാഗം എടുക്കേണ്ടതായിട്ട് വന്നു. സിനഗോഗ് അധികാരികൾ അവനോട് തർക്കിച്ചു. അവനെക്കൊണ്ട് യേശുവല്ല എനിക്ക് സൗഖ്യം തന്നതെന്ന് പറയിപ്പിക്കാനായിട്ട് പല വിധത്തിൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഈ കുരുടൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം തന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ദൈവകാര്യങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ ദൈവത്തിൽ നിന്നുള്ളവനെ കഴിയുള്ളൂ, അവൻ പാപിയല്ല, അവൻ ശാപത്തിൻ്റെ ലംഘിച്ചു എങ്കിലും അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്നവൻ ഏറ്റുപറഞ്ഞപ്പോൾ അവന് സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു വീണ്ടും വരികയും അവൻ്റെ അകക്കണ്ണുകൾ തുറന്ന് ഇതാ ദൈവപുത്രൻ മശിഹ അവന് വെളിപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭൗതികമായ ഒരു കുറവിൻ്റെ മധ്യത്തിലായിരിക്കാം നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുന്നത്. എന്നാൽ നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുവാൻ തക്ക വിധം അവന് വേണ്ടി അവൻ്റെ പാടുപീടുകളിൽ നമ്മളും പങ്കുചേരേണ്ടതായിട്ടുണ്ട്. സിനഗോഗിൽ നിന്ന് ആ കാഴ്ച കിട്ടിയവൻ പുറത്താക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ പ്രതി ഒരു സഹനം ഏറ്റെടുക്കാനായിട്ട്, കഷ്ടതകളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് രണ്ടാമത്തെ അത്ഭുതം, അകക്കണ്ണുകളെ തുറക്കുക എന്ന് പറയുന്ന യേശുവിൻ്റെ യഥാർത്ഥമായ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നോമ്പിൻ്റെ നാളുകളിൽ ഈ വേദഭാഗം നമ്മളെ അതിനെല്ലാം പ്രചോദിപ്പിക്കട്ടെ. അകക്കണ്ണുകൾ തുറക്കുന്നവനായ യേശുവിനെ പരിചയപ്പെടുവാനും അവനുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുവാനും ഇടപെടുവാനും ഈ നാളുകളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.